ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് ബേസിക്സ് ഇൻസേർട്ട് ടാബിനെ കുറിച്ചാണ്. കഴിഞ്ഞ 2 വീഡിയോകൾ മൈക്രോസോഫ്റ്റ് ബേസിക്സിലെ ടാബിനെ കുറിച്ചും അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും പഠിച്ചു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇൻസേർട്ട് ടാബിനെ കുറിച്ചും അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചുമാണ്. സ്ലൈഡുകളും ടാബിൾസും ഇമേജസും ഇല്ലുസ്ട്രേഷൻസും കമൻസും ടെക്സ്റ്റും സിംബൽസും തുടങ്ങി ഒട്ടനവധി ഫീച്ചേഴ്സ് അടങ്ങിയ ഇൻസേർട്ട് ടാബിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾ എൻ്റെ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ ആബ്സ്ട്രാക്റ്റ് ആയിട്ട് എവിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ഫീച്ചേഴ്സിനെ കുറിച്ച് വരുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. അപ്പോൾ ബേസിക്സ് ആയിട്ട് ഇൻസേർട്ട് ടാബിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്ക് ഏവർക്കും SUCAN എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മൈക്രോസോഫ്റ്റ് ഓഫീസ് PowerPoint പ്രസൻറ്റേഷൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാൻ പറ്റും. അവിടെ നമുക്ക് ഇൻസേർട്ട് ടാബ്, ഹോം ടാബ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കി. ഇത് ഇൻസേർട്ട് ടാബ് ബാറിൽ കാണുന്ന രണ്ടാമത്തെ ടാബാണ് ഇൻസേർട്ട്. ഇതിൽ മെയിനായിട്ട് സ്ലൈഡ്സ്, ടാബിൾസ്, ഇമേജസ്, ഇല്ലുസ്ട്രേഷൻസ്, ആഡ് ഓൺസ്, ലിങ്ക്സ്, കമൻറ്റ്സ്, ടെക്സ്റ്റ്, സിംബൽസ്, മീഡിയ, ഇത്രയും ഫീച്ചേഴ്സാണ് ഉള്ളത്. അപ്പോൾ 1 by 1 ആയിട്ട് ഞാൻ നിങ്ങളടുത്ത് പറയാം. ഒന്നാമത്തേത് സ്ലൈഡ്സ്. അത് വേറൊന്നുമില്ല, പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യുന്നുള്ള ഓപ്ഷനാണ്. നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോയുടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഫയലിൻ്റെ താഴെ ഇൻസേർട്ട് ന്യൂ സ്ലൈഡ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു സ്ലൈഡ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതിന് നമുക്ക് അതിന് തൊട്ട് താഴെയുള്ള ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പല ഓപ്ഷനിലുള്ള സ്ലൈഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബ്ലാങ്ക് സ്ലൈഡ്, കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ, കമ്പാരിസൺ സ്ലൈഡ്, ടെക്സ്റ്റ് ഓൺലി സ്ലൈഡ്, സെക്ഷൻ ഹെയ്ഡർ, അങ്ങനത്തെ പല സ്ലൈഡുകളും നമുക്കിവിടെ ഓപ്പൺ ആകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ 2 ടൈപ്പ് സ്ലൈഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇൻസേർട്ട് സ്ലൈഡ്, ഇൻസേർട്ടിലെ ന്യൂ സ്ലൈഡ് ഓപ്ഷൻ. ഇനി ഇൻസേർട്ട് ടാബിലെ മറ്റൊരു ഫീച്ചറാണ് ടേബിൾസ്. ടേബിൾസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫീച്ചറാണ്. ടേബിൾ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ, ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇൻസേർട്ട് ടേബിൾ, നമുക്കിവിടെ വേർഡിൽ ചെയ്യുന്നത് പോലെ ഈ ഇൻസേർട്ട് ടേബിൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എത്ര കോളം എത്ര റോ വേണമെന്നൊക്കെ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഇതൊന്നും ക്ലിക്ക് ചെയ്യാതെ തന്നെ നമ്മൾ ഇൻസേർട്ടിൽ പോയിട്ട് ഇതുപോലെ നമുക്ക് ഡ്രോ ചെയ്തും, അതായത് വിച്ച് മീൻസ് അവിടെ കൊടുത്തിരിക്കുന്ന മോഡലിൽ നമുക്ക് എത്ര കോളം എത്ര റോ വേണമെന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ടേബിൾ വരയ്ക്കാൻ സാധിക്കും. ഇതുപോലെ. ഇനി വേറൊരു ഓപ്ഷനാണ്, നമുക്ക് ടേബിൾ ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും ഇൻസേർട്ടിൽ പോയിട്ട് ടേബിൾ ഓപ്ഷൻ എടുക്കുക, അവിടെ ചെന്നിട്ട് ഡ്രോ ടേബിൾ എടുത്തിട്ട് നമുക്കിവിടെ ഈസി ആയിട്ട് ടേബിൾ ഇങ്ങനെ വരയ്ക്കാനായിട്ട് സാധിക്കും. ഇതാണ് മറ്റൊരു ടേബിളിൻ്റെ ഓപ്ഷൻ. ഇനി വേറൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഇൻസേർട്ടിൽ ചെന്ന് ടേബിളിൽ പോകുമ്പോൾ എക്സൽ സ്പ്രെഡ്ഷീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർ വിഷമിക്കേണ്ട. ഈ വീഡിയോയുടെ സെക്ഷൻ, മൈക്രോസോഫ്റ്റ് ഓഫീസ് വീഡിയോയുടെ സെക്ഷൻ കഴിഞ്ഞോടെ ഞാൻ എക്സലിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ എക്സൽ സ്പ്രെഡ്ഷീറ്റ് നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് പോകാം. ഇൻസേർട്ട് ഓപ്ഷനിലെ അടുത്ത ഫീച്ചേഴ്സ്, ഇമേജസ്. നമ്മുടെ PowerPoint പ്രസൻറ്റേഷനിൽ നമുക്ക് എത്തരത്തിലുള്ള ഇമേജസ് വേണമെങ്കിലും, ഏത് തരത്തിലുള്ള ഇമേജസ്, PNG ആയാലും JPG ആയാലും മറ്റ് ഏത് ഫോർമാറ്റ്, ഗിഫ്റ്റ് ആയാലും ഏത് ഫോർമാറ്റിലുള്ള ഇമേജസും നമുക്ക് ആഡ് ചെയ്യാം. അത് നമ്മുടെ നോക്കുമ്പോൾ പിക്ചേഴ്സ്, നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ നിന്നും പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നമുക്ക് ലൈവായിട്ട്, ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നമുക്കൊരു പിക്ചർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഓക്കെ, നമ്മളൊരു സ്ക്രീൻഷോട്ട് നമ്മളെടുത്ത സ്ക്രീൻഷോട്ട് ഇവിടെ ഡയറക്റ്റായിട്ട് ഇവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്. നമുക്കപ്പം ലൈവായിട്ട് സ്ക്രീൻഷോട്ടുകളും എടുത്ത് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതിന് പുറമെ നമുക്ക് ഫോട്ടോ ആൽബംസ്, നമ്മളുടെ ഒരു പർട്ടിക്കുലർ ഫോൾഡർ അതുപോലെ തന്നെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോ ആൽബംസ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ ഒരു സ്ലൈഡ് ഷോ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്ലൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വർഷത്തെ ഫോട്ടോസ്, നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കാനായിട്ട് നമുക്കൊരു നിറയെ ഫോട്ടോസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് ആ ഫോട്ടോസ് ഇതിനകത്ത് സ്ക്രീനിൽ ആഡ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടിനെക്കാട്ടും ഉപരി നമ്മൾ ഈ ഫോട്ടോ ആൽബം ഓപ്ഷൻ ഓപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫയലിൽ നിന്ന് ഒരു പുതിയ ആൽബം നമുക്ക് ഇത്തരത്തിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഫയൽ ഡെസ്കിൽ നിന്ന് ഒരു ആൽബം ഇതിനകത്ത് ഫോട്ടോസ് സെലക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോൾഡർ ടോട്ടലായിട്ട് തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഗുണമെന്ന് പറയുമ്പോൾ, നമ്മൾ സ്ലൈഡ് ഷോ ചെയ്യുമ്പോൾ 1 by 1 ആയിട്ട് ഫോട്ടോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒറ്റ സ്ലൈഡിൽ ഒരു 100 ഫോട്ടോയോ 150 ഫോട്ടോയോ 1000 ഫോട്ടോയോ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഓരോ ഫോട്ടോസും ഓരോ സ്ലൈഡിൽ വെച്ചിട്ട് നമ്മൾ സ്ലൈഡ് ഷോ ചെയ്യേണ്ടി വരും. ബട്ട് ഇത് ഒരു ഓൾ ടുഗദർ ഒരു പർട്ടിക്കുലർ ആൽബം തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് പ്ലേ ചെയ്യിക്കാൻ, അതായത് സ്ലൈഡ് ഷോ ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത് ഇൻസേർട്ട് ടാബിൽ വരുന്ന ഓപ്ഷൻസാണ് ഇല്ലുസ്ട്രേഷൻസ്. നമ്മളിപ്പോൾ ഒരു വലിയ കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു വർഷത്തെ അക്കാഡമിക്സിൻ്റെ റിസൾട്ട് എടുക്കുകയാണ്.
നമ്മളൊരു ഹ്യൂജ് ഡാറ്റ നമ്മളെല്ലാം ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്തു. പക്ഷേ ആൾക്കാർക്ക് ഈ ഡാറ്റ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കാനുള്ള നേരമുള്ളത്, പ്രത്യേകിച്ചും പവർ പോയിൻറ്റിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഇല്ലുസ്ട്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലുസ്ട്രേറ്റഡ് ആയിട്ട് അവതരിപ്പിക്കുക, അത് തന്നെയാണ് പവർ പോയിൻ്റ് ഉദ്ദേശം. അപ്പോൾ ആ ഇല്ലുസ്ട്രേഷൻസിൽ വരുന്ന ഓപ്ഷൻസ് ആണ് ഷേപ്സ്, സ്മാർട്ട് ആർട്ട്, ചാർട്ട്. ഓക്കെ, ഷേപ്സ്, സ്മാർട്ട് ആർട്ട്, ചാർട്ട്. നമുക്ക് ഓരോന്നിനെ കുറിച്ചും എന്താണെന്ന് വളരെ വിശദമായിട്ട് അതേസമയം ഇല്ലുസ്ട്രേറ്റ് ആയിട്ട് നമുക്ക് തന്നെ പഠിക്കാം. കാര്യം ഞാൻ പറഞ്ഞു, ഇവയെ ഓരോന്നിനെ പറ്റിയും എങ്ങനെ ഷേപ്പ് ഇൻസേർട്ട് ചെയ്യാം, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിനെ എഡിറ്റ് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാം, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വളരെ വിശദമായിട്ടുള്ള വീഡിയോസ് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് വരുന്ന സമയങ്ങളിൽ ഇടുന്നതായിരിക്കും. സോ നമുക്ക് ഇപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കാം. ഷേപ്സ്, നമുക്ക് ഷേപ്സ് ഇൻസേർട്ട് ചെയ്യാൻ വരുന്നില്ല. ഇൻസേർട്ടിൽ ചെന്നതിന് ശേഷം ഇല്ലുസ്ട്രേഷനിൽ കാണുന്ന ഷേപ്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പലതരത്തിലുള്ള ടെക്സ്റ്റ് ബോക്സ് തുടങ്ങി ലൈൻ, ആരോ, അതുപോലെ റെക്റ്റാങ്കിൾ, ഓവൽ, അത്തരത്തിലുള്ള പല ഷേപ്പുകൾ നമുക്ക് ഇവിടെ നിന്ന് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വേറെ ഒന്നുമില്ല, ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, ദാറ്റ്സ് ഓൾ. വളരെ എളുപ്പമാണ്. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് കൊണ്ടുവച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യുന്നതിനോട് കാണാൻ സാധിക്കും. ഇനി ഇതിനകത്ത് സെപ്പറേറ്റ് നമ്മളുടെ ഈ ഡിസൈനിൻ്റെ ഷേപ്പ് ഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഷേപ്പ് ഔട്ട്ലൈൻ വേറെ കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ റെഡ് ഫിൽ കൊടുത്തു, ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുത്തു, ഔട്ട്ലൈൻ്റെ തിക്നെസ് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ ചെയ്തു. ഓക്കെ, അതിനുശേഷം ഷേപ്പിന് ഡിഫറെൻറ്റ് എഫക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് പ്രീസെറ്റ് ആയിട്ട് എഫക്റ്റ് ഷാഡോ കൊടുക്കാൻ സാധിക്കും, റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ബിവൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ വരുന്ന വീഡിയോകളിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇൻസേർട്ടിലെ അടുത്ത ഒരു ഓപ്ഷനാണ് സ്മാർട്ട് ആർട്ട്. നമുക്ക് ഈസി ആയിട്ട് ഒരു ചാർട്ട് നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യണം. ഒരു പൈ ചാർട്ടോ അല്ലെങ്കിൽ സൈക്കിൾ ചാർട്ടോ, ഹെറാർക്കിക്കൽ ചാർട്ടോ, റിലേഷൻഷിപ്പ് ചാർട്ട്, അങ്ങനെ പല മോഡൽസിൽ ഇവിടെ ചാർട്ടുണ്ട്. നമുക്കിവിടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊരു ചാർട്ട് ഇവിടെ എടുത്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളൊരു ഫ്ലോ ചാർട്ട് എടുക്കുകയാണ്. നമുക്ക് ഫ്ലോ ചാർട്ടുകൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ, ക്ലാസ്സുകൾ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഓപ്ഷനും ഇൻസൈഡ് ടാബിലാണ് ഉള്ളത്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് വേറൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്തോട്ടെ. ഓക്കെ, ദെൻ സ്മാർട്ട് ആർട്ട് കഴിഞ്ഞു, ഷേപ്സ് കഴിഞ്ഞു. അതിനുശേഷം ചാർട്ട്, ഇഷ്ടം പോലെ പ്രീസെറ്റ് ആയിട്ടുള്ള ചാർട്ട്, കോളം ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ബാർ ചാർട്ട്, ഏരിയ ചാർട്ട്, XY സെക്ടേഴ്സ്, സ്റ്റോക്സ് ചാർട്ട്, അങ്ങനെ സർഫസ് ചാർട്ട്, റാൻഡർ ചാർട്ട്, കോംബോ ചാർട്ട്, അങ്ങനെ പലതരത്തിലുള്ള ചാർട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിളിനോട് ഒരു പൈ ചാർട്ട് ഇവിടെ കാണിക്കുകയാണ്. എക്സാമ്പിളായിട്ട് നമുക്കിവിടെ ആവശ്യമുള്ള ചാർട്ട് ഓപ്റ്റ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കിവിടെ ഒരു മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റിൻ്റെ തന്നെ വേറൊരു വിൻഡോ ഓപ്പൺ ആവുകയും അതിനകത്തുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. എത്ര ഡിവിഷൻ വേണം, എത്ര ഡിവൈഡ് ചെയ്യണം, അങ്ങനത്തിലുള്ള ഓപ്ഷൻസ്, വാല്യൂസ് ഇവിടെ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. നമ്മളിത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തും ഒരുപാട് ഫോർമാറ്റ്, അതിൻ്റെ ഡിസൈൻ മാറ്റുന്നതിനും പല ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ പറയുന്നതായിരിക്കും. അടുത്ത് വരുന്ന മറ്റൊരു ഓപ്ഷനാണ്, നമുക്ക് ഇതിനകത്ത് സ്റ്റോർ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. മൈ ആപ്സിൽ നിന്ന് ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. സ്റ്റോർ നമുക്ക് ഇതോട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് പല ആഡ് ഇൻസ് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. ഇനി ലിങ്ക്സ്, നമുക്ക് നമ്മുടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിലെ ഒരു പർട്ടിക്കുലർ സ്ലൈഡിനെ മറ്റൊരു ഫയലുമായിട്ടോ നമ്മളുടെ ഗാലറിയിലുള്ള വീഡിയോയുമായിട്ടോ ഒക്കെ നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും. അത് ഹൈപ്പർ ലിങ്ക് എന്നൊരു ഓപ്ഷനാണ്. ഇവിടെ കണ്ടില്ലേ, എക്സിസ്റ്റിംഗ് ഫയൽ വിത്ത് വെബ് പേജ്, നമുക്കൊരു വെബ് പേജുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും. വിത്ത് ദ ഡോക്യുമെൻറ്റുമായിട്ട്, നമ്മുടെ ഫോൾഡറിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള ഒരു ഡോക്യുമെൻ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇമെയിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ നമ്മൾ സ്ലൈഡ് ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ സൈഡിൽ നിന്ന് നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് പോകണം. ഫയലിലുള്ള ചിലപ്പോൾ നമ്മൾ വലിയ വീഡിയോ ഫയൽസ് ഒന്നും നമ്മളുടെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ ഡ്രാഗ് ചെയ്ത് നമ്മളിട്ട് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഒരു പക്ഷേ പ്രോപ്പറായിട്ട് സ്ലൈഡ് ഷോ സമയത്ത് വർക്ക് ആവണമെന്നില്ല. അങ്ങനെയുള്ള സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ഹൈപ്പർ ലിങ്ക് ചെയ്യാൻ സാധിക്കും. അത് ഇൻ്റർ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഹൈപ്പർ ലിങ്കിലൂടെ നമുക്ക് ആ ഫയലിലുള്ള അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലുള്ള യൂട്യൂബിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മെയിലിനകത്തുള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന്, ഏത് ഫയലായാലും വാട്ട് എവർ ഫോർമാറ്റിലുള്ള ഫയൽസ് നമുക്ക് ഇതിനകത്ത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതാണ് ഹൈപ്പർ ലിങ്ക്. ഇനി ആക്ഷൻ, നമുക്ക് ഒരു പർട്ടിക്കുലർ സ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്തൊരു ആക്ഷൻ ചെയ്യണം. അതായത് നമുക്ക് ഈ ഒരു ഓവൽ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് അതിനകത്തൊരു ആക്ഷൻ കൊടുക്കണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ഹൈപ്പർ ലിങ്ക് ചെയ്യാൻ സാധിക്കും, വേറൊരു പ്രോഗ്രാം റൺ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും, ഒരു സൗണ്ട് പ്ലേ ചെയ്യാൻ സാധിക്കും, ഒരു ഹൈലൈറ്റ് ക്ലിക്ക് നമുക്ക് അതിനകത്ത് കൊടുക്കാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ഓഡിയൻസിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക്. ഇനി ഇൻസേർട്ട് ടാബിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് കമൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടെ സ്ലൈഡിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു കമൻറ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കമൻറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഇത്തരത്തിലൊരു മെസ്സേജിൻ്റെ
ഒരു ചെറിയ ലിങ്ക് അവിടെ വരുന്നത് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കമൻറ്റ്സ് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ടീച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ, ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എന്തെങ്കിലും ആ പർട്ടിക്കുലർ സ്ലൈഡിനെ കുറിച്ച് നമുക്കൊരു കമൻറ്റ് വേണം, നമുക്കൊരു ഹിൻഡ് നമുക്കൊന്ന് ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോയിൻറ്റ്സ് നമുക്കിവിടെ ഈ കമൻറ്റ്സിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇൻസേർട്ട് ടാബിലുള്ള മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ടെക്സ്റ്റ് ഫീച്ചേഴ്സ്. ഇൻസേർട്ട് ടാബിൽ ടെക്സ്റ്റ് ഓപ്ഷൻസ്, നമുക്കിതിനകത്ത് ഇൻസേർട്ട് ടെക്സ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സ്ലൈഡിൽ ടെക്സ്റ്റ് ബോക്സിലെല്ലാം നമ്മൾ കളഞ്ഞെന്ന് വെച്ചോളൂ, നമുക്ക് പുതിയൊരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് ഒരു ടെക്സ്റ്റ് ബോക്സ് ഇങ്ങനെ എടുക്കുക, ഡ്രാഗ് ചെയ്യുക. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. യെസ് യു ക്യാൻ, ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്തു. ഇനി ഇൻസേർട്ട് ടാബിൽ ടെക്സ്റ്റ് പോർഷനിൽ കാണുന്ന മറ്റൊരു ഓപ്ഷനാണ് ഹീഡറും ഫൂട്ടറും. നമുക്കൊരു ഫൂട്ടറോ നമുക്കൊരു ഹീഡറോ നമ്മുടെ പർട്ടിക്കുലർ സ്ലൈഡിനോ പർട്ടിക്കുലർ ടോട്ടൽ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഫയലിനോ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ വേർഡ് ആർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ പ്രീസെറ്റ് ആയിട്ടുള്ള ചില വേർഡ് ആർട്ട് ഓപ്ഷൻസ് ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് അതേ ഡിസൈനിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് വേർഡ് ആർട്ടിൻ്റെ ഒരു ഉപകാരം. നമുക്ക് ഒരുപാട് ടൈം സേവിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രീസെറ്റ് ആയിട്ട് കുറേ എഫക്ട്സുകളും, ഇത് നമ്മളിങ്ങനെ സിമ്പിൾസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ പർട്ടിക്കുലർ ഫോണ്ട് അവിടെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഫോണ്ടിൽ എല്ലാ അക്ഷരങ്ങളും അവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഏത് അക്ഷരങ്ങളും അവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് സിമ്പിൾസ് എന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിന്റിൽ നമ്മളുടെ മലയാളമോ മറ്റേത് ഭാഷകളോ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അക്ഷരങ്ങൾക്ക് പുറമേ മറ്റ് ഏത് സിമ്പിൾസും നമുക്കിത് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ സിമ്പിൾസ് എന്ന് കൊടുക്കുകയാണ്. അത് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സിമ്പിൾസ് എന്ന് കൊടുക്കുക. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഒട്ടുമിക്ക സിമ്പിൾസ് കൂടെ വിസിബിൾ ആണ്. ഇത് പുറമേ വേറെ സിമ്പിൾസുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇങ്ങനെ നമുക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഫോണ്ടിനകത്തുള്ള അതുപോലെ മൈക്രോസോഫ്റ്റിൽ പ്രീസെറ്റ് ആയിട്ടുള്ള ഫോണ്ടുകൾ ഉപയോഗിച്ച് കൊണ്ടിട്ടുള്ള സിമ്പിൾസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സിമ്പിൾസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി അവസാനമായിട്ട് ഇൻസേർട്ട് ടാബിലുള്ള ഏറ്റവും പ്രത്യേകത ഉള്ള മറ്റൊരു ഫീച്ചറാണ് മീഡിയ ഫീച്ചേഴ്സ്. ഇത് വേറെ ഒന്നുമല്ല, നമുക്ക് ഇഷ്ടമുള്ള നമുക്കിവിടെ കാണുന്നത് പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ വീഡിയോ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലിങ്ക് കൊടുത്താൽ മതി. വീഡിയോ ഓൺ മൈ PC ആണെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മെനുവിൽ നിന്ന് പർട്ടിക്കുലർ ആയിട്ടുള്ള വീഡിയോ ഏതാണെന്ന് ഓപ്ഷൻ ചെയ്തിട്ട് നമുക്കത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പർട്ടിക്കുലർ സ്ലൈഡിൽ ആ വീഡിയോ വരുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് ഓഡിയോയും. അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് സ്ക്രീൻ റെക്കോർഡിംഗ് ഓപ്ഷൻ. നമുക്ക് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട്, അതായത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ പ്രത്യേകിച്ചും ലേറ്റസ്റ്റ് വെർഷൻസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നമ്മുടെ പർട്ടിക്കുലർ സ്ക്രീൻ വിത്ത് ഓഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. ഏറ്റവും വളരെ ഉപയോഗപ്രദമായിട്ടൊരു ഓപ്ഷനാണ്. ഞാൻ എൻ്റെ മിക്ക വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിന്റിൻ്റെ ഇൻസേർട്ട് ടാബിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ മുടങ്ങാതെ കാണുക, എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.